ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ ഫിസിക്കൽ അസാൾട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നടന്നത്. അസീറോക്കി സിജോ ജോണിന്റെ താടിക്ക് ഇടിക്കുകയാണ് ചെയ്തത്. ഗുരുതരമായ പരുക്കോടെ സിജോയ്ക്കുണ്ടായത്. ഇത്രത്തോളം മോശമായൊരു പ്രവൃത്തി ചെയ്തിട്ടും അത് മാസായി സോഷ്യൽ മീഡിയ വഴി റോക്കി ആഘോഷിക്കാനും തുടങ്ങി. സിജോ റോക്കിയോട് ഇനിയൊരിക്കലും ക്ഷമിക്കില്ലെന്ന നിലപാടിലാണ് സിജോ ഇപ്പോൾ. തുടർന്ന് റോക്കി തന്നെ ഇടിച്ച സംഭവം ആഘോഷമാക്കിയാൽ കേസ് കൊടുക്കാനാണ് സിജോയുടെ തീരുമാനം. അതേസമയം സിജോ വീട്ടിലേക്ക് വന്നാൽ എല്ലാം മറന്ന് ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് റോക്കി പറഞ്ഞത്. എന്നാൽ റോക്കിയോട് ഒരു തലത്തിൽ സൗഹൃദത്തിനും സിജോയ്ക്ക് താല്പര്യമില്ല. ഇപ്പോഴിതാ റോക്കി വിഷയത്തിൽ താൻ സ്വീകരിക്കാൻ പോകുന്ന ഭാവി നടപടികളെപ്പറ്റി താരം തന്നെ തുറന്നടിച്ചിരിക്കുകയാണ്. റോക്കിയുടെ സ്റ്റോറിയെ പറ്റി സിജോയുടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇനിയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ, വിവരമില്ലായ്മ, ഒളിപ്പില്ലായ്മ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും 2 വാക്ക് പറയാം. എന്റെ മോനെ, നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു 16ാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കൺഫറൻസ് റൂമിൽ കിടന്ന് കരഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലയ്ക്ക് എത്ര രൂപയാടാ? കാരണം നീ തന്നെയാണല്ലോ മാലയ്ക്ക് കാശ് കൊടുത്ത് മാല വെപ്പിക്കുന്നു, കിരീടം വെപ്പിക്കുന്നു. എനിവേ സംഭവമൊക്കെ കൊള്ളാം. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് 10-28ഓളം ദിവസം ഞാൻ മാറി നിൽക്കുന്നു, ഹൗസിലേക്ക് തിരികെ എത്തുന്നു. അപ്പൊ ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ, മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട. എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം. പുറത്തിറങ്ങിയപ്പോഴാണ് എൻ്റെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ചും റോക്കി ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നത്. ഞാൻ കണ്ടത് അന്നത്തെ സംഭവം പുള്ളി സോഷ്യൽ മീഡിയ വഴി ആഘോഷിക്കുന്നതാണ്. റോക്കി അതിനെ ഒരു മാസായാണ് കാണുന്നത്. റോക്കി എന്ന പേര് അദ്ദേഹം സ്വയം ഇട്ടതാണെന്ന് തോന്നുന്നു. ഇതുവരെ പ്രതികരിക്കാതിരുന്നത് പ്രശ്നങ്ങൾ വേണ്ട എന്ന് കരുതിയാണ്. പക്ഷേ റോക്കി ഇതെല്ലാം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഞാനൊരു മണ്ടനാകും. തുടർന്നും റോക്കി ഇതൊരു ആഘോഷമായി കൊണ്ടുപോവുകയാണെങ്കിൽ കേസ് കൊടുക്കാനാണ് തൻ്റെ തീരുമാനം.